ലാസ് വേഗാസ് കൺസ്യൂമർ ഇലക്ട്രിക് ഷോ CES 2022. ടെക് പ്രേമികളുടെ കണ്ണും കാതും കുറച്ച് ദിവസങ്ങളായി അവിടേക്കായിരുന്നു. കമ്പനികളിൽ ഭൂരിഭാഗവും ഓൺലൈനായാണ് പങ്കെടുത്തതെങ്കിലും അടുത്ത വർഷത്തെ മനുഷ്യജീവിതത്തെ നിർണ്ണയിക്കത്തക്ക പലതും ആ ഷോയിലുണ്ടായിരുന്നു. BMW എന്നും ഹരമാണ്, ആവേശമാണ്. BMW ഒരു കാർ വാങ്ങുക എന്നതിനേക്കാളേറെ വാഹന വ്യവസായവും സാങ്കേതികവിദ്യയും എത്രമേൽ വികസിച്ചു എന്ന് തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ പുതിയ മോഡലും. ഇക്കുറി CESൽ ചർച്ചയായ പ്രധാന ഇവൻറ്റുകളിലൊന്ന് BMW iX Flow എന്ന കാറായിരുന്നു. റിമോട്ട് അമർത്തിയാൽ കറുപ്പിൽ നിന്നും വെളുപ്പിലേക്ക് നിറം മാറുന്ന കാർ. കറുപ്പും വെളുപ്പും മാത്രമല്ല, കറുപ്പും വെളുപ്പും ചേർന്ന പാറ്റേണുകളിലേക്ക് നിറം മാറ്റി നോക്കി നിന്നവരെ BMW അമ്പരപ്പിച്ചു കളഞ്ഞു. കാർ ബോഡിക്ക് ജീവൻ നൽകുന്നു എന്നാണ് കമ്പനി നിറം മാറലിനെ കുറിച്ച് പറയുന്നത്. നിറത്തിൻ്റെ മാത്രമല്ല കേട്ടോ, കറുപ്പും വെളുപ്പും മാറി മാറി ഉപയോഗിച്ച് കാറിനുള്ളിലെ ചൂടിനെ നിയന്ത്രിക്കാമെന്നും BMW പറയുന്നുണ്ട്. ഇതുകൊണ്ട് മതിയാക്കാത്ത BMW കാറിൻ്റെ പിൻസീറ്റ് പ്രൈവറ്റ് തിയേറ്റർ ആകാനുള്ള സാങ്കേതികവിദ്യയും അവതരിപ്പിച്ചു. 31 ഇഞ്ച് വലുപ്പമുള്ള ഒരു സ്ക്രീൻ കാറിൻ്റെ ഉൾഭാഗത്തെ റൂഫിൽ സ്ഥാപിച്ച് ആമസോൺ ഫയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വഴി ലോകത്തെ എല്ലാ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളും പ്രവർത്തിപ്പിക്കാമെന്നതാണ് തിയേറ്റർ സ്ക്രീൻ എന്ന ഈ നൂതന ആശയത്തിൻ്റെ കണ്ടെത്തൽ. അസ്യൂസ് പുറത്തിറക്കിയ സെൻഫോൺ 17 ഫോൾഡ് OLED ആണ് CES 2022 തരംഗം സൃഷ്ടിച്ച മറ്റൊരു കണ്ടെത്തൽ. ഈ ഐഡിയ മൊബൈൽ ഫോണിൽ സാംസങ് അടക്കമുള്ളവർ പയറ്റിയിട്ടുണ്ടെങ്കിലും ലാപ്ടോപ്പിലേക്ക് ഇതാദ്യമായിട്ടാണ്. 44 സെൻറ്റിമീറ്റർ OLED ഡിസ്പ്ലേ ആണെങ്കിലും അത് 32 സെൻറ്റിമീറ്ററാക്കി ചുരുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മികച്ച ദൃശ്യമികവ് ഈ സ്ക്രീനിനെ കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കീബോർഡ് ഊരി മാറ്റാവുന്ന രീതിയിലാണ് നിർമ്മാണം. ഊരി മാറ്റിയാൽ ഈ ലാപ്ടോപ്പ് ടാബ്ലറ്റ് ആകും.